മലയാള കവിതയിൽ വായ്മൊഴി പാരമ്പര്യത്തിന്റെയും നാടൻ താളങ്ങളുടെയും ഈണങ്ങളുടെയും ഉപാസകനായിരുന്നു ഡി വിനയചന്ദ്രൻ. വാക്കുകളുടെ തോരാമഴയാണ് വിനയചന്ദ്രൻ കവിതകൾ. ബിംബങ്ങളുടെ സമൃദ്ധി കൊണ്ടും പദഘടന കൊണ്ടും താളങ്ങൾ കൊണ്ടും ശ്രദ്ധിക്കപ്പെട്ട കവിയാണ് അദ്ദേഹം. തിരിഞ്ഞുനോട്ടത്തിന്റെ ഈ അധ്യായത്തിലൂടെ നമുക്ക് ഡി വിനയചന്ദ്രൻ എന്ന കവിയുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലാം. സ്വന്തം ജീവിത സാഹചര്യങ്ങൾ മാറുന്നതിനോടൊപ്പം സ്വന്തമായ ഇടങ്ങളിൽ നിന്ന് സ്വയം മാറുന്ന ഘട്ടത്തിലും സാംസ്കാരിക സംക്രമണം ഉണ്ടാകുന്നു. ഒന്നിൽ നാടാണ് മാറുന്നതെങ്കിൽ മറ്റൊന്നിൽ വൈയക്തികമായ പറിച്ചുനടലാണ്. ആധുനികതയുടെ സാംസ്കാരിക പരിസരം ഇത്തരം മാറ്റങ്ങളെ ഉൾക്കൊള്ളുവാനുള്ള ആഭിമുഖ്യം പ്രദർശിപ്പിക്കുന്നതിനാൽ പ്രവാസത്തിന്റെ എല്ലാ വശങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള സൃഷ്ടികൾ ആധുനിക മലയാള സാഹിത്യത്തിൽ കാണാം. എ അയ്യപ്പൻ, സച്ചിദാനന്ദൻ, കെ ജി ശങ്കരപിള്ള, ആച്ചൂർ രവിവർമ്മ തുടങ്ങിയ ഒട്ടേറെ കവികൾ പ്രവാസത്തെ ആധുനികതയുടെ സുപ്രധാന ഘടകങ്ങളിലൊന്നാക്കി മാറ്റി. അവരിൽ വേറിട്ട് നിൽക്കുന്ന എഴുത്തുകാരനാണ് ഡി വിനയചന്ദ്രൻ. വിദേശത്ത് താമസിച്ചില്ലെങ്കിലും പ്രവാസി എന്ന് സാമാന്യ അർത്ഥത്തിൽ പറയാനാവില്ലെങ്കിലും പ്രവാസം കവിതയുടെ മുഖമുദ്രയാക്കി മാറ്റിയ ഏകാഗിയായ സഞ്ചാരിയാണ് ഡി വിനയചന്ദ്രൻ എന്ന കവി. വിട്ടുപോന്നിടവും വന്നു ചേർന്നിടവും തമ്മിലുള്ള മുഖാമുഖങ്ങളാണ് അദ്ദേഹത്തിന്റെ കവിതകളിലെ പ്രവാസ സൂക്ഷ്മതകളെ അനുഭവസാന്ദ്രമാക്കുന്നത്. സ്വദേശമായ കൊല്ലം ജില്ലയിലെ കല്ലടയിൽ നിന്നും കോട്ടയത്തേക്കോ തലശ്ശേരിയിലേക്കോ കേരളത്തിലെ മറ്റു നഗരങ്ങളിലേക്കോ പറിച്ചു നട്ടപ്പെട്ട ജീവിതത്തിനുള്ളിൽ നിന്നുകൊണ്ട് അദ്ദേഹം മനസ്സാലെ ജന്മദേശത്ത് താമസിച്ചു. ഇന്നാട്ടിലായിരിക്കുമ്പോഴും പല ദേശകാലങ്ങളിൽ ചെന്നു പാർത്തു. പല ഗാലക്സികളിലേക്ക് മനസ്സ് യാത്ര പോയി. ശാസ്ത്രത്തെയും പാരമ്പര്യത്തെയും ഒരേ കൈക്കുമ്പിളിൽ ചേർത്തുവെച്ചു. യാത്രകളോ ദേശത്തിനകത്ത് തന്നെയുള്ള കുടിപ്പാർപ്പിടങ്ങളോ ആയിരുന്നു അദ്ദേഹത്തിന്റെ കവിതകളെ പ്രവാസിയുടെ മാനസിക സംഘർഷങ്ങളിൽ കൊണ്ടുകെട്ടിയത്. കിളികളുടെ പാട്ടിലൻ പ്രണയമേ പ്രണയമേ പ്രതിനവരസോന്മേഷമായി നീ നിറയുക. ഇളയുടെ മുലത്തടം മെല്ലെ തലോടുന്ന വിനയവ്യോമത്തിന്റെ കീർത്തനമാവുക. തിണകളുടെ തേവാരമൊന്നു കണ്ടുകൊണ്ടിളകുന്ന നദി, ഇളകുന്ന നദി സാഗരോന്മുഖിയാവുക. അരുണഹരിമേഘത്തിൽ നിന്നവനിവാളിന്റെ ഹരിതപദമോലുന്ന ഗാന്ധർവമാകുക. പുലവട്ടമെത്തുമ്പോൾ അമൃതിന്റെ പൊരുളിനായി നിലവിട്ടുപോം സ്വർണപക്ഷങ്ങളാവുക. അരുണഹരിമേഘത്തിൽ നിന്നവനിവാളിന്റെ ഹരിതപദമോലുന്ന ഗാന്ധർവമാകുക. പുലർവട്ടമെത്തുമ്പോൾ അമൃതിന്റെ പൊരുളിനായി നിലവിട്ടുപോം സ്വർണപക്ഷങ്ങളാവുക. വിട്ടുപോന്നിടത്തേക്ക് പായുന്ന മനസ്സിനെ മെരുക്കുവാനോ ഭാവനയാൽ അത്തരമൊരു ശ്രമം സാധ്യമാകാനോ വിനയചന്ദ്രന്റെ കവിതകൾ സദാ ശ്രമിച്ചിരുന്നു. വീട്ടിലേക്കുള്ള വഴി എന്ന കവിത പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ വീട്ടിൽ നിന്നും ഇറങ്ങി തിരിച്ചൊരാൾക്ക് മുൻപിൽ ഒരേ സമയം ലക്ഷ്യവും മാർഗവുമായി പ്രത്യക്ഷപ്പെടുന്ന വീട്ടിലേക്കുള്ള വഴിയാണ്. യാത്രയുടെയും പ്രവാസത്തിന്റെയും ആഴക്കലക്കയങ്ങൾ അദ്ദേഹത്തിന്റെ പല കവിതകളിലും നിറഞ്ഞു നിന്നിരുന്നു. ലോകത്തെവിടെ ചെന്നെത്തിയാലും സ്വന്തം നാട്ടിൽ തിരിച്ചെത്തുന്നതിലാണ് അദ്ദേഹം ആശ്വാസം കണ്ടെത്തുന്നത്. മടങ്ങി വരവിനായുള്ള ഊർജത്തിനായാണ് ഓരോ യാത്രകളും. ഈ യാത്രകളാണ് പലപ്പോഴും വിനയചന്ദ്രന്റെ കവിതകൾക്ക് ഊർജം പകരുന്നത്. നാടോടി ശീലുകളും നാട്ടുതനിമയും നിറഞ്ഞ കവിതകൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. താളബോധത്തിന്റെയും ഗ്രാമീണതയുടെയും പൂർണ്ണതയാണ് യാത്രപ്പാട്ട് എന്ന കവിത. സ്വന്തം നാടും വീടും വിട്ട് യാത്ര പോകുന്ന ഉണ്ണിയാണ് കേന്ദ്ര കഥാപാത്രം. പാരമ്പര്യവും പൈതൃകവും നെഞ്ചിലേറ്റി പുറപ്പെട്ട ഉണ്ണിയുടെ യാത്രയുടെ അവസാനം ഗ്രാമീണതയെ ഹനിക്കുവാൻ വിമ്പി നിൽക്കുന്ന ഉപഭോഗ സംസ്കാരത്തിന്റെ പൊയ്മുഖം കൂടി വരച്ചു കാണിക്കുന്നുണ്ട് കവി. ഒരേ സമയം നാട്ടുതനിമയും നാഗരികതയും വിനയചന്ദ്രൻ കവിതകൾക്ക് വിഷയമായി. ആ കവിതകൾ കേരളീയതയിലും ഭാരതീയതയിലും അഭിരമിക്കുകയും വാഗ്മയ ചിത്രങ്ങൾ കൊണ്ട് ആസ്വാദകരെ തന്നിലേക്കും കവിതയുടെ മാസ്മരികതയിലേക്കും ആകർഷിക്കുകയും ചെയ്തു. യാത്ര പോകലിനെ പ്രണയിക്കുകയും യാത്രകൾ പകർന്നു നൽകുന്ന കാഴ്ചകൾ കാവ്യ സൃഷ്ടിക്ക് പ്രേരണകളായി വർത്തിക്കുകയും ചെയ്യുന്നു. വിനയചന്ദ്രന്റെ ഓരോ യാത്രയും വീടിനെ കുറിച്ചുള്ള വ്യഥയിലോ അന്വേഷണത്തിലോ ഓർമ്മകളിലോ ചെന്നെത്തി നിൽക്കുന്നതായി നമുക്ക് കാണാം. എല്ലാ യാത്രകൾക്കും ഒടുവിൽ സ്വന്തം വീട്ടിലേക്ക് തിരിച്ചെത്തുവാൻ കവി കൊതിച്ചിരുന്നു. ചിലപ്പോൾ കവിതകൾ തന്നെ യാത്രയും കവിതകൾ തന്നെ വീടുമായി മാറുന്നുണ്ട്. ഈ കവി വിട്ടുപോയ ബിംബസഞ്ചയവും പ്രത്യേക പദ്ധതികളും ഈണങ്ങളും ലോകങ്ങളും ഏറെക്കാലം നാട്ടിൻപുറങ്ങൾ മറന്ന് നാഗരികമായി മാറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സഹൃദയത്തെ ലോകത്തെ ഗ്രഹാതുരമാക്കിക്കൊണ്ടേയിരിക്കും. ഏത് കാലത്തേക്കും കൈമാറാവുന്ന ഒരു ദേശത്തിന്റെ എഴുത്ത് അഥവാ എഴുത്തിൽ അതിരുകളില്ലാത്ത ദേശത്തെ കാത്തുവെച്ച എഴുത്തുകാരൻ ഡി വിനയചന്ദ്രൻ.